യശയ്യാപ്രവചനം 14-27 ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. നമ്മൾ എത്ര മസിൽ പിടിച്ചാലും, നമ്മൾ എത്ര പോരാട്ടം പോരാടിയാലും ദൈവം നിർണയിച്ചതേ നടക്കൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും ദൈവം ചിന്തിച്ചതേ നടക്കത്തുള്ളൂ. ദൈവം ചിന്തിച്ചത് നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. കാരണം എന്താ പറയുമോ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ പരിധിക്കുള്ളിലാണ്. ദൈവം ചിന്തിക്കുന്നത് എങ്ങനെയാ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അത്ര വിശാലമാണ് ദൈവത്തിന്റെ ചിന്ത. നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ ചിന്ത നമ്മുടെ മക്കളെ BSc നേഴ്സ് പഠിപ്പിക്കണം എന്നൊരു ചിന്തയാണ് നമ്മുടെ ചിന്ത. ദൈവത്തിന്റെ ചിന്തയോ നമ്മുടെ മക്കളെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പൊ ദൈവത്തിന്റെ ചിന്ത വിശാലതയുള്ള ചിന്തയാണ്. മനുഷ്യന്റെ ചിന്തയോ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതി തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. വായിക്കാം ആധാരമായി യെശയ്യാവിന്റെ പുസ്തകം 14-27. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവർ അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവരാ. ദൈവം നിർണയിച്ചിരിക്കുന്നു. ദൈവം യഹോവ നിർണയിച്ചിരിക്കുന്ന നിർണയം, ആ നിർണയപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നവരാരാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, മോശ ദൈവത്തോട് ചോദിച്ചു, മിസ്രൈമിൽ അനേക ദൈവങ്ങളുണ്ടല്ലോ, അവരെ വിടുവിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ദൈവത്തോട് മോശ ചോദ്യം ചോദിച്ചു, മിസ്രൈമിൽ അനേക ദൈവങ്ങളുണ്ടല്ലോ, തവളയുണ്ട്, നായീച്ചയുണ്ട്, പേനുണ്ട്, അങ്ങനെ ഒരുപാട് ദൈവമുണ്ട്. തവളയൊക്കെ അവർക്ക് വെള്ളം കൊടുക്കുന്ന ദൈവമാണ്. അപ്പൊ അനേക ദൈവങ്ങളുണ്ട്. മോശ അവിടെ ചെന്ന് എന്റെ ദൈവം ഈ ജനത്തെ വിട്ടയക്കണം എന്ന് പറയുമ്പോ എന്റെ ദൈവത്തെ കുറിച്ച് അവിടെ എന്താ പറയേണ്ടത്? എന്താ ഒരു ദൈവം എന്നുള്ള സിഗ്നേച്ചർ എന്താ അവിടെ കൊടുക്കണം, സിഗ്നൽ എന്താ അവിടെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിന്റെ അർത്ഥം എന്നാ? യാഹ്വേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന. എബ്രായ ഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥം യാഹ്വേ എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വാക്കിന്റെ അർത്ഥം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ ഇറങ്ങിച്ചെന്നു. മിസ്രൈമിലെ ഓരോ കൂടാരങ്ങളിൽ ഇറങ്ങിച്ചെന്നു. അവിടെ കടിഞ്ഞൂൽ സംഹാരം നടന്നപ്പോൾ കടിഞ്ഞൂലുകളെ കൊല്ലുവാൻ വേണ്ടി സംഹാരതാണ്ഡവമാടിയപ്പോൾ ആ കടിഞ്ഞൂലിനെ ഇല്ലാതാക്കുവാൻ പദ്ധതിയിട്ട് മധ്യത്തിൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചെന്നു. ചെങ്കടലിലെത്തിയപ്പോൾ ചെങ്കടലിനെ ചെങ്കൽ പാതയാക്കുവാൻ വേണ്ടി ആ ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവം നിർണയിച്ചിരിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആർക്ക് കഴിയും? ദൈവം നിർണയിച്ചതേ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമെന്ന് സങ്കീർത്തനക്കാരൻ പല പ്രാവശ്യം പാടിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജനനം, പഠനം, വളർച്ച, പഠനം, നമ്മുടെ ജോലി, മരണം, ഇതെല്ലാം ദൈവീയ നിശ്ചയമാകട്ടോ. നമ്മൾ എവിടെ ജനിക്കണമെന്നുള്ളത്, നമ്മൾ ഏത് ഭവനത്തിലാണ് ജനിക്കണമെന്നുള്ളത്, നമ്മൾ എവിടെയാണ് പഠിക്കണമെന്നുള്ളത്, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യണമെന്നുള്ളത്, നമ്മൾ എവിടെയാണ് ഏത് സെമിത്തേരിയിലാണ് അടക്കം ചെയ്യേണ്ടെന്നുള്ളത് ദൈവം നിർണയിച്ചു വെച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 14-27 ഞാൻ നിർണയിച്ചിരിക്കുന്നു. ദൈവമാണ് നിർണയിച്ചു വെച്ചിരിക്കുന്നത്.
എവിടെയാണ്, ഏത് ഭവനത്തിലാണ് ജനിക്കേണ്ടത്, ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത്, ഏത് പ്രസ്ഥാനത്തിനാണ് ജോലി ചെയ്യേണ്ടത്. അത് മാത്രമല്ല, വിവാഹം ഏത് ഭവനത്തിൽ നിന്നാണ് വിവാഹം എടുക്കേണ്ടത്, മരണം എവിടെയാണ്. ഹല്ലേലൂയ. ദൈവം സകലതും നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ 14:27 വായിച്ചോട്ടെ. യെശയ്യാപ്രവചനം 14:27 മതി. ഇവിടെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പി. തക്ക സമയത്ത് നമ്മളെ ദൈവം ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങളിൽ താണിരിപ്പി. ഇവിടെ ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചരിത്ര പശ്ചാത്തലം മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തിരുവചന പ്രകാരം പറയുകയാണ്, അബ്രാഹാമിനോടൊരു ഉടമ്പടി ദൈവം നടത്തുവാനിടയായി തീർന്നു. പ്രാവും കുഞ്ഞിനെയും ആട്ടുകൊറ്റനെയും ഒക്കെ നടുവ് പിളർന്നു വെച്ചിട്ട് അതിന് നടുവിലൂടെ ദൂതൻ കടന്നു പോകുന്ന, ദൈവം കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ട്. ആ കടന്നു പോകുന്ന അനുഭവത്തിൽ പ്രാവും കുഞ്ഞിനെ പിളർന്നില്ല എന്നൊരു അനുഭവം കണ്ടപ്പോൾ ആ ദൈവത്തിന്റെ ശാപം എന്നോണം, അബ്രഹാം നിന്റെ സന്തതി പരമ്പരകൾ അന്യദേശത്ത് അടിമയായി പാർക്കേണ്ടി വരും. ഹല്ലേലൂയ. നിന്റെ സന്തതി പരമ്പരകൾ അടിമയായിരിക്കുന്ന സ്ഥലത്ത് പാർക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷനും നൽകി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഷ്ടതകളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ അബ്രഹാമിനോട് പറയുക, നിന്റെ സന്തതി പരമ്പരകൾ സ്വന്തമില്ലാത്ത ദേശത്ത് അടിമയായി പാർക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴും അതിനൊരു സൊല്യൂഷൻ വെച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തില് ഒരു ഡിലേ വന്നു. കാരണം ദൈവം എന്താണോ അബ്രഹാമിനോട് പറഞ്ഞത്, ആ പറഞ്ഞ പ്രകാരം ചെയ്യുവാൻ കഴിഞ്ഞില്ല. താഴേക്ക് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ താഴേക്ക് അവസാന ഭാഗത്തേക്ക് നോക്കിയാല് പ്രാവിൻ കുഞ്ഞിനെയോ അവൻ പിളർന്നില്ല. ഒരു ഗാഢനിദ്ര വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ പറഞ്ഞത് നീ പൂർണ്ണതയോടെ അനുസരിച്ചില്ലല്ലോ, അതുകൊണ്ട് നിന്റെ ജനം, നിനക്കൊന്നും സംഭവിക്കത്തില്ല, നിന്റെ സന്തതി പരമ്പരകൾ സ്വന്തമില്ലാത്ത അന്യദേശത്ത് അടിമകളായി പോകേണ്ടി വരും. എന്നാൽ ഞാൻ അതിൽ ഒരു സൊല്യൂഷൻ തരികയാണ്. 400 വർഷത്തിന് ശേഷം അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും ഒരു അടിമത്തത്തിന്റെ അനുഭവം ഉണ്ടെങ്കിലും എന്റെ ജീവിതം തീർന്നു പോയല്ലോ, ഈ അടിമത്തത്തിന്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നല്ലോ, ഇതിനൊരു വിടുതലല്ലോ എന്ന് വിചാരിച്ച് മനം കലങ്ങി വേദനയോടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം. അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടവരാകുക. പ്രൈസ് ദി ലോർഡ്. 430 വർഷം കഴിഞ്ഞപ്പോൾ മോശ എന്ന പ്രവാചകനിലൂടെ അടിമത്തത്തിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവം പുത്തൻ അഭിഷേകം നൽകി പറഞ്ഞയക്കുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം മിസ്രൈമിലും ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ വ്യാധികളിലും ഇറങ്ങി വന്നു, ചെങ്കടലിലും ഇറങ്ങി വന്നു, യോർദാനിലും ഇറങ്ങി വന്നു, സീൻ മരുഭൂമിയിലും ഇറങ്ങി വന്നു. എവിടെയെല്ലാം ജനത്തിന് കഷ്ടത അനുഭവിക്കുന്നുണ്ടോ ആ കഷ്ടതയുടെ മധ്യത്തിലെല്ലാം ദൈവം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഓരോരോ നിമിഷങ്ങളിലും ഏതെല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടോ ആ കഷ്ടതകളുടെ മധ്യത്തിലും ദൈവം ഇറങ്ങി വരുവാൻ ശക്തനായിരിക്കും ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ഡേറ്റ് നിർണയിച്ചു വെച്ചിരിക്കുക കേട്ടോ. ചില പ്രവാചകന്മാരൊക്കെ പ്രവചിക്കുന്നുണ്ട്, ഡേറ്റ് പ്രവചിക്കുന്നുണ്ട്. ചിലരുടെ ഡേറ്റ് കറക്റ്റ് ആകുന്നുണ്ട്, ചിലരുടെ ഡേറ്റ് മാറിപ്പോകുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, എന്നാൽ ദൈവം ഡേറ്റ് നിർണയിച്ചു വെച്ചിരിക്കുന്നത് ഡേറ്റ് കറക്റ്റ് സമയത്ത് അതാത് പദ്ധതികൾ സംഭവിക്കുക. എങ്ങനെയാ? ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി ഒരു ഡേറ്റ് നിശ്ചയിച്ചു വെച്ചു. ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി 12 മണി.
ഹല്ലേലൂയ. ഓ, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. ഊഴിയ വിചാരകന്മാർ മുഖാന്തരമുള്ള പ്രതിസന്ധികൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വരുന്നു എന്ന് ദൈവം പറഞ്ഞു. ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ദൈവം ഇസ്രായേലിൽ ഇറങ്ങി വന്നു. കടിഞ്ഞൂൽ സംഹാരത്തോടുകൂടെ മിസ്രൈം രാജാവ് ഭയന്ന് വിറച്ചവരെ പറഞ്ഞയച്ചു. ഇറങ്ങി വരുന്ന ഒരു ദൈവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇറങ്ങി കഷ്ടതയുടെ മധ്യത്തിൽ, ദുഃഖത്തിന്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരിക്കലും നശിച്ചു പോകത്തില്ല. ദൈവത്തിന് ജീവൻ, സമൃദ്ധിയായി തരുന്ന ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഡേറ്റ് നിർണയിച്ചു വെച്ചിരിക്കുക. 430 വർഷത്തിന് മുമ്പ് അബ്രഹാമിനോട് പറയുമ്പോൾ തന്നെ ഡേറ്റ് നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാളെയെ കുറിച്ചുള്ള ഡേറ്റ് ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ചുള്ള ഡേറ്റ് നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാലങ്ങൾ തെറ്റാതെ അതാത് സമയത്ത് സംഭവിക്കുവാനിടയായി തീരും.